അസ്സലാമലൈക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം റഫീഖ് ചന്ദ്രാപ്പിനിയാണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കഴിയുന്ന ചെറുതാണെങ്കിലും സഹായം നൽകണേ. അതുപോലെ ഈ കുടുംബത്തിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ഒരു ചെറിയ മുറിവ് വന്ന് ഒരു പഴുപ്പ് പോലെ ആയതാണ്. ആ വിരല് മുറിച്ച് കളഞ്ഞ് ഇപ്പോൾ കാലിൻ്റെ വിരല് തള്ളവിരല് മാത്രമാണ് എനിക്ക് ആകെ ബാക്കി നിൽക്കുന്നത്. ഇതെന്താ അസുഖം എന്ന് അറിഞ്ഞില്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് കാല് മുറിച്ച് കളയാൻ പറഞ്ഞതാണ്. അങ്ങനെ പാലക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് കാല് മുറിക്കണ്ട, കാലിൻ്റെ ഈ അവസ്ഥ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നെയാണ് എനിക്ക് 1.5 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയത്. അതും എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാനൊരു പ്രവാസിയായിരുന്നു. പിന്നെ ഖത്തർ പൊന്നാനി വെൽഫെയർ സൊസൈറ്റിയിൽ ഒരു മെമ്പറായിരുന്നു. പിന്നെ പൊന്നാനിയിൽ സിറ്റി ചാനൽ എന്ന ചാനലിലൊരു ക്യാമറമാനായിട്ട് കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അടച്ച റബ്ബിന് മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങളോട് കൈ നീട്ടുകയാണ്. അള്ളാൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് കഴിച്ചാൽ കഴിയുന്ന സഹായം ചെയ്തു തരും. എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. ഷജീർ പഴയന്നൂരാണ്. വളരെ എമർജൻസി ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ചന്തപ്പടി വാർഡ് 5 താമസിക്കുന്ന ജംഷീദ് എന്ന് പറയുന്ന ഇക്കാൻ്റെ ഒരു ചികിത്സ ആവശ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. ജംഷീദ് ഇക്കാക്ക് 6 മാസം മുന്നേ കാലിൽ മുറി വന്നതാണ്. ആ മുറി പഴുത്ത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ 2 കാലിലും കാലിൻ്റെ മുട്ടിന് താഴെ വ്രണങ്ങളായിട്ട് അങ്ങനെ മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കാലിൽ 2 കാലിലുമായിട്ട് വിരലുകളൊക്കെ മുറിച്ച് മാറ്റി. ഈ ഒരു 6 മാസക്കാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലും അതേപോലെ തന്നെ പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റലും ആയിട്ടൊക്കെയാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു മാസം തന്നെ 50,000 രൂപയുടെ അടുത്ത് മരുന്നിനാണെങ്കിലും അതേപോലെ തന്നെ ആംബുലൻസ് വിളിച്ചിട്ടാണ് ഇവിടുത്തെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ആളെ കൊണ്ടുപോകുന്നത്. ആളുടെ ഉപ്പ മരണപ്പെട്ടാണ്, ഉമ്മ മരണപ്പെട്ടാണ്, ആകെ ഉള്ളത് ഭാര്യയും 3 മക്കളാണ്. ഇപ്പോൾ ആൾക്ക് ഈ അസുഖം വന്ന കാരണം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള നല്ലവരായ ജനങ്ങളുടെയും മഹല് കമ്മിറ്റിയുടെയും മുഴുവൻ ആളുകളുടെയും സഹായം കൊണ്ട് മാത്രമാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരു തരത്തിലും ഒരു മാർഗവും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ജംഷീദ് ഖാന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പറും ഗൂഗിൾ പേയുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാലിന്റെ മുട്ടിന് താഴെ നീര് വന്ന് എത്രയും പെട്ടെന്ന് തന്നെ 1-2 സർജറികളും അതേപോലെ തന്നെ ചികിത്സയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ആംബുലൻസും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടുത്തെ കമ്മിറ്റി, അതായത് ആലിങ്ങൽ ജംഷീദ് ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ തന്നെ ഓൾറെഡി കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ മഹല് ഖത്തീമും അതേപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറും ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഈ വീഡിയോയിലുണ്ട്. ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ, നല്ലവരായ പ്രവാസികളുടെ മുമ്പിൽ ഞങ്ങൾ